ബാക്കി പഠിക്കുക കേട്ടോ. നമ്മളെ ഫസ്റ്റ് എന്നാ പച്ച കണ്ടാൽ നമ്മൾ കടന്നു പോകാൻ തയ്യാറാണ്, കടന്നു പോവാണ് അല്ലേ. ചുമ കണ്ടാൽ നിർത്തുക, മഞ്ഞ കണ്ടാൽ നിർത്താൻ തയ്യാറാവും അല്ലേ. അപ്പം പച്ച കണ്ടു നമ്മൾ കടന്നു പോകണം. അതൊരിക്കലും മഞ്ഞയാണ്, മഞ്ഞയാണെങ്കിൽ നിർത്താൻ തയ്യാറാണ്. എങ്ങനെ നിർത്താൻ തയ്യാറാണ് നമ്മൾ കൊണ്ടുവന്ന് ചെല്ലോ കാപ്പിലോട്ട് എങ്ങനെ നിർത്താൻ തയ്യാറാകുന്ന ബ്രേക്ക് വെച്ച് ബ്രേക്ക് ചവിട്ടി നിർത്തുമല്ല ചെയ്യണ്ടേ. അത് ആ നിർത്തലല്ല, നമ്മൾ അതിന് ഫ്രണ്ടില് സീബ്രാലയം കാണും, അതിന് ഫ്രണ്ടിൽ എല്ലാ സ്റ്റോപ്പ് ലൈൻ ഉണ്ട്. നമ്മൾ വലത്തോട്ട് പോകേണ്ട ആളാണ് വലതുവശം ചേർന്ന് നിൽക്കും. ശരി, നേരെ പോകേണ്ട ആൾക്കാരാണെങ്കിൽ നടുഭാഗത്ത് നിൽക്കും, ഇടത്തോട്ടാണെങ്കിൽ ഇടതുവശത്ത് നിൽക്കണം. ഇപ്പൊ നിർത്താൻ തയ്യാറാവുക എന്ന് പറയുന്ന മഞ്ഞ കാണുമ്പോൾ നമ്മുടെ ട്രാക്കിലോട്ടാണോ അതോ വലതുവശത്താണെങ്കിൽ വലതുവശത്തോ ഇടതുവശത്താണോ ഇടതുവശത്തോ ഏത് രീതിയിലാണ് നമ്മുടെ സ്ഥലത്ത് പോയി നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ അത് സീബ്രാലയം ഉണ്ട്, അതിന്റെ ഫ്രണ്ട് സ്റ്റോപ്പ് ലൈൻ ഉണ്ട്. സ്റ്റോപ്പ് ലൈനിന്റെ വിത്ത് എത്ര 5 സെന്റിമീറ്റർ കേട്ടോ, 5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണ് ലൈൻ വെച്ചിട്ടുണ്ട്. അവർക്കാണ് സാധാരണക്കാർക്ക് നടന്നു പോകാനുള്ള വഴികളുടെ കേട്ടോ. അപ്പൊ അതിനെപ്പറ്റി ഒരു മെസ്സേജ് ഇനി ഞാൻ പറഞ്ഞുതരാം. വണ്ടി കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമില്ല. വണ്ടി കയറാൻ തുടങ്ങും, വണ്ടി നിർത്തിയിട്ടേക്കാണെങ്കിൽ വണ്ടി ചുറ്റും നോക്കണം. എന്തിനാ ടയർ പറ്റുന്നുണ്ടോ, അത് വണ്ടിയുടെ അടിയിൽ എന്തെങ്കിലും കിടക്കുന്നുണ്ടോ, പൂച്ചയോ പട്ടിയോ. അതിൽ നമ്മൾ ഗർഭം മാത്രമല്ല, നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഹോട്ടലിലേക്ക്, അന്നേരം ഈ പട്ടി പൂച്ചയൊക്കെ ഇതിന്റെ അടിയിൽ കയറുന്നുണ്ട്. അന്നേരം നമ്മൾ നോക്കിയിട്ടാണ് പോകാറ്. വേനൽക്കാലത്ത് ഫുള്ള് തണുപ്പ് പറ്റിയിട്ടുണ്ട്, അപ്പൊ അത് നോക്കിയാണ് നമ്മൾ പോകുന്നത്. അതുപോലെ വണ്ടി കയറുന്ന മുമ്പ് പിന്നെ വേറെ എന്ത് ചെയ്യേണ്ടത്, നമ്മള് ബോണ്ട് തുറന്ന് എന്ത് ചെയ്യണം, ബോണ്ട് പോയിട്ടുണ്ടോ, എഞ്ചിൻ പോയിട്ടുണ്ടോ നോക്കണം. എഞ്ചിൻ പോയിട്ടുണ്ടോ നോക്കണം. കൂടെ റേഡിയേറ്റർ വെള്ളം ഉണ്ടോ നോക്കണം. അത് കഴിഞ്ഞ് ഫ്ലൂയിഡ് ഉണ്ടോ നോക്കണം. നമ്മുടെ വണ്ടി ഫ്ലൂയിഡ് ബ്രേക്കുള്ളതാണ്, എയർ ബ്രേക്ക് ഫ്ലൂയിഡ് ബ്രേക്ക് രണ്ടെണ്ണമുണ്ട്. അതിൽ നമ്മൾ ഫ്ലൂയിഡ് ബ്രേക്ക് കേട്ടോ. അപ്പൊ ഇതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ വണ്ടി കയറുക, വണ്ടി കയറുന്നത് വലതിലേക്ക് ഡോർ തുറന്ന് ഇടതുകാല് വെച്ചിട്ട് നമുക്ക് കയറേണ്ടതായ രീതിയിലുള്ള ഡോർ മാത്രം തുറന്നാൽ എന്തോരം ആവശ്യമുണ്ടോ അത്ര മാത്രം. എല്ലാത്തിനും തുറന്ന് മനസ്സിലിടേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് ചേർത്ത് തുറന്നും കാര്യം കയറിയിരുന്നു അതായത് നമ്മൾ ഡ്രൈവർമാർക്കുള്ള ക്ലാസ്സായാലും ഇടതുകാല് വെച്ച് കയറാൻ പോകും കേട്ടോ. ഡോർ വലതിലേക്ക് ഡോർ തുറന്ന് ഇടതുകാല് വെച്ച് കയറുക. കയറി കഴിഞ്ഞാൽ DSMS ഡോർ നമ്മുടെ ഡോർ അടക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും കയറി നിൽക്കുന്ന യാത്രക്കാരുടെ ഡോർ അടച്ചിട്ടുണ്ടെന്ന് നമുക്ക് ചോദ്യം നമുക്കാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് എന്താണ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാ വെച്ചാൽ കാലിട്ടുണ്ടോ നോക്കിയാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൈ പിടിച്ചു നോക്കണം, നമ്മുടെ എയർ ബാഗ് ചെറുത്ത് നമ്മൾ ചങ്ങിട്ട് പിടിക്കാനുള്ള സാധ്യതയുള്ള കാരണം അതുകൊണ്ട് നോക്കി വേണം നമ്മൾ ഇടാൻ അതിന്റെ ഡിസ്റ്റൻസ്. സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മാത്രമേ എയർ ബാഗ് വർക്ക് ചെയ്യുള്ളൂ. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എയർ ബാഗ് വർക്ക് ചെയ്യില്ല കേട്ടോ. അത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടോടൊപ്പം തന്നെ നമ്മൾ പുറകെ ഇരിക്കുന്ന ആൾക്കാരെ സീറ്റ് ബെൽറ്റ് ഇടിയിക്കാൻ നോക്കണം. അതെല്ലാം നമ്മൾ ബ്രേക്ക് ഇട്ട് മാറ്റി മുന്നേ വന്നിട്ട് പലരൊക്കെ ഇരിക്കും, മുഖത്ത് ഇടിക്കാൻ സാധ്യതയുള്ള ബ്രേക്ക് ഇടുന്നു. അത് കാരണം പുറകെ ഇരിക്കുന്ന ആൾക്കാർ സീറ്റ് ബെൽറ്റ് ഇടിക്കണം. ഇപ്പൊ DSM മിറർ നോക്കണം കേട്ടോ. പിന്നെ സൈഡ് മിറർ എത്രണ്ണുണ്ട്, 3 അതിൽ വലത്തെ വശത്തെ ഇടത്തെ വശത്തെ പിന്നെ പുറകിൽ നിന്ന് വരുന്ന കാണുന്ന മിറർ ഏതാ, ഡ്രൈവറിന്റെ മുകളിൽ കേട്ടോ. അത് നമുക്ക് ഏറ്റവും മുകളിലാണെങ്കിൽ എന്താ, ഏറ്റവും മുകളിലാണെങ്കിൽ മുകൾഭാഗം കണ്ടാൽ അങ്ങനെയാണ് വണ്ടി. അത് പകുതി മുകളിലാണെങ്കിൽ നമ്മൾ വണ്ടി ചവിട്ടി നിർത്താവുള്ളൂ. എനിക്ക് വന്ന് നമ്മൾ വണ്ടി പുറകിൽ വന്ന് ബാക്കിൽ വണ്ടി വന്നിരിക്കും. ആ മുകളിൽ പകുതിക്ക് താഴെയാണ് വണ്ടി ചവിട്ടി നിർത്തുക കേട്ടോ. വണ്ടി ചവിട്ടി നിർത്തുക. പിന്നെ എന്താ പറഞ്ഞത്, ഇത്ര ഭാഗമില്ലേ, അത് കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാൻ. അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാൻ സീറ്റ് ബെൽറ്റ് ഇട്ട് നോക്കി നമുക്ക് ചെയ്തില്ല എല്ലാം ശരിയായിട്ട് വേണം അത് സീറ്റ് ബെൽറ്റ് ഇടാൻ അല്ലേ. പിന്നെ എന്നാ നമ്മൾ ചെയ്യേണ്ടത്, വണ്ടിയിലോട്ടാണോ നോക്കി വണ്ടി സ്റ്റാർട്ടാക്കി ഫസ്റ്റ് ഇട്ടിട്ടാണ് ഹാൻഡ് ബ്രേക്ക് എടുക്കുക കേട്ടോ. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ വണ്ടി എത്ര പ്രാവശ്യം തിരിച്ചാൽ വണ്ടി സ്റ്റാർട്ടാകുന്നത്, 3 പ്രാവശ്യം. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം തിരിച്ചു കഴിയുമ്പോഴാണ് എഞ്ചിന്റെ
സ്വിച്ച് കാണും, ഓയിൽ എഞ്ചിൻ്റെ ഓയിൽ, എഞ്ചിൻ്റെ സ്വിച്ച്, ബാലൻസിൻ്റെ സ്വിച്ച്, ഹാൻഡ് ബ്രേക്ക്, അങ്ങനെയുള്ള സ്വിച്ചുകളുണ്ട്. ചൂട് കാണിക്കുന്ന സ്വിച്ചുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് അല്ല, സ്റ്റിയറിംഗിന്റെ സ്വിച്ചാണ്. ചിലപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നമ്മൾ സ്റ്റിയറിംഗ് ലോക്കാട്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലോക്കാട്ടിരിക്കുമ്പോൾ അതിന് താപം തിരിച്ച് സ്റ്റിയറിംഗ് ഇങ്ങനെ ഒന്ന് അടയ്ക്കണം. എന്നാലാണ് സ്റ്റിയറിംഗ് ഇട്ട് കിട്ടുള്ളൂ. നമ്മൾ പേടിച്ചു ഇതെല്ലാം സ്റ്റിയറിംഗ് ടൈറ്റാക്കിരിക്കാൻ നമുക്ക് പേടിക്കുന്നത്. അപ്പൊ അത് താപം പിടിച്ചിട്ട് അത് തിരിച്ചിട്ട് സ്റ്റിയറിംഗ് കേട്ടോ അന്നേരം ഇട്ട് കിട്ടും. അപ്പൊ ഈ സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു ലൈറ്റും തെളിഞ്ഞു കാണും, എല്ലാം കിട്ടും കേട്ടോ. സ്റ്റാർട്ടാക്കി ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടാണ് ഹാൻഡ് ബ്രേക്ക് വലിക്കാവും കേട്ടോ. ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ ഇറങ്ങുന്നത് എത്ര ആയില്ലേ? ഇനി നമുക്ക് ഒരു നല്ല മഴ, നല്ല രാത്രി സമയം, നല്ല ശക്തമായ മഴയത്ത് നമ്മൾ വീട്ടിലോട്ട് പോകാം വണ്ടി കയറ്റിടാൻ വേണ്ടി. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? വണ്ടി നിർത്തി കഴിയുമ്പോൾ എന്തൊക്കെ കാര്യം വണ്ടി ക്ലച്ചും ബ്രേക്കും നമ്മൾ നിർത്തി ഇല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാ ഇറങ്ങുന്ന വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? വണ്ടി നിർത്തി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? വണ്ടി നിർത്തിയെന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കാതെ വണ്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തിയതാണ്. എന്നിട്ട് എന്താ കാര്യങ്ങൾ ചെയ്യണം? പൈപ്പിലിട്ട് ഹെഡ്ലൈറ്റ് ഇട്ട് വണ്ടി പോയിക്കൊണ്ടിരിക്കുക, പോയിട്ട് നമ്മൾ ഒന്ന് നിർത്തുക. അപ്പൊ നമ്മൾ എന്താ കാര്യം ഫസ്റ്റ് ചെയ്യണ്ടേ? ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി ഒതുക്കി നിർത്തി, ക്ലച്ച് ചവിട്ടി വണ്ടി ഒതുക്കി, ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വണ്ടി നിർത്തുന്ന എഞ്ചിൻ ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ എന്താണ് അതിന്റെ ഏറ്റവും കൂടുതൽ പവർ എടുക്കുന്നത്? എന്താ? നമ്മുടെ വൈപ്പർ മോട്ടറുണ്ട് ഇല്ലേ? ആ വൈപ്പർ ഫസ്റ്റ് നിർത്തുന്നു, മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? വൈപ്പർ എത്ര രീതിയിലുള്ള പ്രവർത്തനമുണ്ട്? ഫ്ലോ ആയിട്ടുള്ളത് അത് ചാർജന്മാരൊക്കെ ചെറുതാണ്. പിന്നെ ഇത്രയാണ് മീഡിയം മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ട്. പിന്നെ ഹൈ സ്പീഡ് ഉണ്ട്, നല്ല കുത്തനെയുള്ള മഴ, കുത്തി മഴ പെയ്യുന്നു അതിനാണ്. അത് 3 സൈസ് സ്പീഡ് ഉണ്ട് വൈപ്പറിന് കേട്ടോ. അപ്പൊ അത് 3 നിർത്തണം കേട്ടോ. ഒന്നിച്ചിട്ട് നിർത്തേണ്ടതാണ്, ഓരോ ഭാഗമായിട്ട് നിർത്തുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താണ്? അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? അത് കഴിഞ്ഞാണ് ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യണം. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ വണ്ടി ഓഫ് ആക്കും. വണ്ടി ഓഫായി കഴിഞ്ഞിട്ടും ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തു, വണ്ടി ഓഫായി കഴിഞ്ഞിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് വെച്ച് വെക്കണം. വണ്ടി എങ്ങനെ ഓഫാക്കണേ? നോക്കിയിട്ട് വണ്ടി ഓഫാക്കും. എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് വെച്ചിട്ട് ഹാൻഡ് ബ്രേക്കിൽ വെച്ചിട്ട് മാത്രം പോലെ ഫസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് എന്താ? ഹാൻഡ് ബ്രേക്ക് വേറെ പേരുണ്ട്, എന്നാ പാർക്ക് ബ്രേക്ക് കേട്ടോ. അത് തന്നെ വച്ചിട്ടുണ്ട് കേട്ടോ. വച്ചിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ഒരു ഗിയറായിട്ട് ബ്രേക്ക് വരെ പ്രവർത്തിക്കും. അതുകൊണ്ട് അങ്ങനെ കേട്ടോ ബ്രേക്ക്. അത് നമ്മൾ പിള്ളേർക്ക് വീട്ടിലേക്ക് പിള്ളേർ കയറിയിരുന്നു ഹാൻഡ് ബ്രേക്ക് മാത്രം കാത്തി ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടില്ലെങ്കിൽ വണ്ടി കൊണ്ടു ഇല്ലേ? ഇപ്പൊ ഫസ്റ്റ് ഗിയർ മാത്രം ഹാൻഡ് ബ്രേക്ക് വെച്ചിട്ടില്ലെങ്കിലോ പിള്ളേർ ആദ്യം ന്യൂട്രലാക്കി അറിയും. അപ്പൊ ഈ രണ്ടും ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പൊ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അത് നമ്മൾ ഏത് കൈകൊണ്ട് ഡോർ തുറക്കണം ഇറങ്ങാൻ വേണ്ടി? നമ്മള് ഡ്രൈവർ ഇടത് കൈകൊണ്ട് ഡോർ തുറക്കണം, മനസ്സിലായില്ലേ? ഇടത് കൈകൊണ്ട് ഡോർ തുറക്കണം ഇറങ്ങാൻ. അത് എവിടെയാ? നമ്മൾ വീട്ടിലേക്ക് കൊണ്ടിട്ടാണെങ്കിൽ നമുക്ക് ഡോർ വലുതായിട്ട് തുറന്നിറങ്ങാം. പക്ഷെ കുറയുന്ന വണ്ടി നോക്കാൻ വേണ്ടി ഇടത് കൈക്ക് ഡോർ തുറന്നിട്ട് പുറത്തോട്ടേക്ക് തിരിഞ്ഞ് നോക്കണം. തിരിഞ്ഞ് നോക്കിയിട്ട് വേണം നമ്മൾ റോഡിലാണെങ്കിൽ ഇറങ്ങാവും. അത് ആവശ്യമുള്ള ഡോർ മാത്രം തുറക്കണം കേട്ടോ. ആവശ്യം നമുക്ക് ഇറങ്ങാത്ത രീതിയിലുള്ള ഡോർ മാത്രം തുറന്നാൽ നമ്മൾ അറിയുന്നത്. പിന്നെ പിന്നെ ലൈറ്റ് പറഞ്ഞില്ല നമ്മള്, ട്രാഫിക് ലൈറ്റ്. അതുപോലെ നമ്മൾ റോഡുകൾ ഓടിച്ചിടുമ്പോ മഞ്ഞ ലൈറ്റ് തെളിവ് തെളിയിക്കുകയാണ്. എന്താ അതിന്റെ അർത്ഥം? മഞ്ഞ ലൈറ്റ്. അപ്പൊ അവിടെ ശ്രദ്ധിച്ചു പോകാന്ന്, ശ്രദ്ധിച്ച്, അതായത് അപകടമായ ശ്രദ്ധിച്ചു പോവാം. അതായത് നോക്കി പോകാന്ന് പറയും, നോക്കി പോകണമെന്ന് പിള്ളേർ പറയും, അത് നോക്കി പോകാന്ന്. അപ്പം ചുമരയാണെങ്കിലോ നമ്മൾ നിർത്തിയിട്ട് അപകടമില്ലെന്ന് ഉറപ്പുവരുത്തുന്നു. നിർത്തേണ്ട നിർത്തി അപകടമില്ലെന്ന് ഉറപ്പുവരുത്താന്നാണ് ചുമര. എന്നിട്ട് അതുപോലെ തന്നെ പോവാം. ചുമര എങ്ങനെയാ? തെളിവ് തെളിയിക്കുകയാണെങ്കിൽ, മനസ്സിലായില്ലേ? ചുമര തെളിവ് തെളിയിക്കുകയാണെങ്കിൽ അടുത്ത കാര്യമാണ്. ചുമര തെളിഞ്ഞ് നിൽക്കുവാണെങ്കിൽ അവിടെ നിർത്തുക. പിന്നെ